ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫൈനാൻസുകാരനെ തല്ലിയ ഒരൊറ്റ കാരണം കൊണ്ട് സച്ചിക്ക് എവിടെ പോയാലും ജോലി കിട്ടണില്ല കേട്ടോ. ലാസ്റ്റ് സച്ചിയുടെ ഒരു കൂട്ടുകാരനെ കാണുകയാണ് സച്ചി പറയുകയാണ്, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി സെറ്റാക്കി ആട്ടണമെന്ന് പറയുന്നത്. കൂട്ടുകാരൻ പറയടാ, ഞാൻ പോണ ജോലി നിനക്കറിയാലോ, വണ്ടി കഴുകാനാണ് പോണത്, ആ പണി നിനക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത്, എന്ത് പണിയാലും വേണ്ടിയില്ല, ഞാൻ ചെയ്യാടാന്ന് പറയുന്നത്. എന്നാൽ ബാക്കിൽ കയറുമെന്ന് പറഞ്ഞിട്ട് സച്ചിനെയും കൂട്ടി കൂട്ടുകാരൻ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ആ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥരും കാറിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സച്ചിയോട് പറയണോ, താൻ ഈ ജോലി ചെയ്യോടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണത്, ഞാൻ ചെയ്യാൻ സാറെന്ന് പറയണം. എങ്കിലും എന്നാൽ ആ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടൊന്ന് കാറൊന്ന് കഴുകി കാണിക്കുമെന്ന് പറയുന്നത്. സച്ചി പാവം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കാറൊക്കെ ഇങ്ങനെ കഴുകുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം രേവതി ആവട്ടെ, രേവതിയുടെ അനിയൻ ശരത്തിനെ കാണുകയാണ്. ശരത്തിനോട് പറയണ്, മോനെ സച്ചിയേട്ടനൊന്നും കാണാനൊന്നുമില്ല, നീ ഒരു ഉപകാരം ചെയ്യുമോ, ഈ ചേച്ചിയുടെ ഈ വള കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അങ്ങനെ ശരത്താവട്ടെ ആ വള കൊണ്ടുപോയിട്ട് ജ്വല്ലറിയിൽ പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടുവന്നിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. രേവതി ഉണ്ട് നേരെ ചന്ദ്രമതിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒരു ആശ്വാസം ആവണം കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ചന്ദ്രമതിക്ക് അഹങ്കാരം കൂടി വരികയാണ്.